നമുക്കെപ്പോഴും ഊർജ്ജവാനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ എനർജി ചിലപ്പോൾ ഹൈ ആയിട്ട് നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ ഡൗൺ ആയി പോകുന്നു, പിന്നെ ഹൈ ആയി വരുന്നു, പിന്നെ ഡൗൺ ആയി പോകുന്നു. പല ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചപ്പോൾ നമ്മളുടെ എനർജി ഹൈ ആയി, ദെൻ അവരുമായിട്ട് നമുക്കൊരു അകലം വന്നപ്പോൾ നമ്മുടെ എനർജി ഡൗൺ ആയി. നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ നമ്മളുടെ എനർജി ഹൈ ആയി. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വന്നപ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആയി. മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടപ്പോൾ, മോട്ടിവേഷണൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഹൈ ആയി. ദെൻ പതുക്കെ ബാക്ക് ടു നമ്മളുടെ ഡെയിലി റുട്ടീൻസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ എനർജി പതുക്കെ ഡൗൺ ആയിപ്പോയി. സോ ഇവിടെ നമ്മളുടെ എനർജിയെ, നമ്മളുടെ സന്തോഷത്തിനെ മറ്റ് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാതെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എനർജി നമ്മളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഹൗസ് ദാറ്റ്? എങ്ങനെയാണ് നമുക്കത് പോസിബിൾ ആകാം? നമ്മളുടെ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റൊരു പേഴ്സണെ ആണെങ്കിൽ ആ പേഴ്സൺ നമ്മളോട് ഇടപെടുന്നതിനനുസരിച്ച് നമ്മളുടെ എനർജിയിലെ വേരിയേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഹസ്ബൻഡ്, വൈഫ്, ബിസിനസ് പാർട്ട്നേഴ്സ്, ഫ്രണ്ട്സ്, റിലേഷൻഷിപ്സ്, സാഹചര്യങ്ങൾ, ഇങ്ങനെ മണി, നമ്മളുടെ കരിയർ, ഇങ്ങനെ